നമസ്കാരം, ഞാൻ ഡോക്ടർ റിൻല മേരി ജോബ്സൺ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം. എന്താണ് ആമവാദം? ആമവാദം എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ ശത്രുവായിട്ട് കണ്ട് തെറ്റിദ്ധരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ജോയിൻസിനാണ്. ജോയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് എല്ലുകൾ അല്ലെങ്കിൽ ബോണുകൾ കൂടി ചേരുന്ന ഭാഗത്തിനാണ് നമ്മൾ ജോയിൻസ് എന്ന് പറയുക. ഈ എല്ലുകൾക്ക് ചുറ്റും ഒരു കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടാകും. ഈ കാർട്ടിലേജിന് ചുറ്റും സിനോവിയം എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഈ സിനോവിയം എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ഒക്കെ ഉള്ള ഒരു പോർഷനാണ്. ഇത് ഒരു കുഷൻ പോലെയാണ് നമ്മുടെ ബോൺസിനെ എഫക്ട് ചെയ്യുക. അതായത് ഒരു ഇഞ്ചുറി വരുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രഷർ വരുവാണെങ്കിൽ ഒരു കുഷൻ പോലെ നമ്മുടെ ജോയിൻസിന് ഇത് സപ്പോർട്ട് കൊടുക്കും. ഇനി ബോൺസ് മൂവ്മെന്റ് തമ്മിൽ ഉണ്ടാവണമെങ്കിൽ അതിനൊരു ലൂബ്രിക്കേഷൻ വേണം. ഈ ലൂബ്രിക്കേഷനും ഈ സിനോവിയം തന്നെയാണ് കൊടുക്കുന്നത്. ലൂബ്രിക്കേഷൻ മാത്രമല്ല, ബോൺസിന് ആവശ്യമുള്ള ന്യൂട്രിയൻസും കൂടി ഈ സിനോവിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഈ സിനോവിയത്തിനെയാണ് ഇത് അറ്റാക്ക് ചെയ്യുക. ഈ സിനോവിയത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ സിനോവിയം സ്വെല്ലാവുകയും അത് പിന്നീട് കാർട്ടിലേജിനെ എഫക്ട് ചെയ്യാനായിട്ടും തുടങ്ങും. ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് സിനോവിയത്തിന്റെ ഉള്ളിലായിട്ട്, അതായത് ബോണിന് ചുറ്റുമാണ് ഈ കാർട്ടിലേജ് ഉണ്ടാവുക. ഈ കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബോൺസിന് സപ്പോർട്ട് കൊടുക്കാനായിട്ടും ജോയിൻസിന്റെ സ്ട്രക്ചർ കിട്ടാനായിട്ടും അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ്. ഈ കാർട്ടിലേജ് ബോൺ പോലെ അത്രയ്ക്ക് അവിടെ സ്ട്രോങ് അല്ല, എന്നാൽ ഒരു ഫ്ലൂയിഡ് പോലെയല്ല, ഇതിന്റെ ഒരു ഇടയിലായിട്ട് നിൽക്കും. അപ്പൊ ഈ കാർട്ടിലേജിനെ ഇത് എഫക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസിന് മൂവ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയും പിന്നീട് അതൊരു വൈകല്യത്തിലോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കാനായിട്ട് പറയുന്നത്. നമ്മൾ ചികിത്സിക്കാതെ ഇരിക്കും തോറും ഈ ജോയിൻസിന്റെ സ്ട്രെങ്ത് കുറയുകയും പിന്നീട് അങ്ങോട്ട് ആ ജോയിൻസിന്റെ മൊബിലിറ്റി മൂവ്മെന്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എബിലിറ്റി നഷ്ടപ്പെടുകയും പിന്നീട് അത് വൈകല്യത്തിലോട്ടും പോവുകയും ചെയ്യും. ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ വരുന്നത്? ഫസ്റ്റ് തന്നെ നമ്മുടെ ജോയിൻസിന് വളരെയധികം വേദന, പിന്നീട് അങ്ങോട്ട് ജോയിൻസ് അതായത് സ്വെല്ല് ചെയ്യാനായിട്ട് തുടങ്ങി, ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസും കൂടിയാണ് കേട്ടോ. അപ്പോൾ ജോയിൻസ് ഇൻഫ്ലമേഷൻ സംഭവിക്കാനും ഇങ്ങനെ ചുമന്ന് കുറച്ച് ഒരു വാംനെസ് ഒക്കെ ഉണ്ടാകും ആ ഒരു ഭാഗത്ത്. പിന്നീട് അങ്ങോട്ട് ഇതിന്റെ റേഞ്ച് ഓഫ് മോഷൻ, ജോയിൻസിന്റെ ആ ഒരു മൂവ്മെന്റ് കൊടുക്കുന്ന ആ ഒരു ഇതിൽ വ്യത്യാസം വരികയും ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുകയും ആ ഒരു ജോയിൻസിന്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് അവരുടെ ജോയിൻസ് വളരെ സ്റ്റിഫ് ആവുകയും, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ക്ഷീണം, പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാണ്ട് ഇവരുടെ വെയിറ്റ് പെട്ടെന്ന് കുറയുക, അതുപോലെ തന്നെ പനിയൊക്കെ വരിക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. വളരെയധികം ഇവർ പെട്ടെന്ന് ഒരു ക്ഷീണാവസ്ഥയിലോട്ടൊക്കെ പോവുകയും ചെയ്യും. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മിഡിൽ ഏജിൽ നിന്നാണ്. ഏത് ഏജിനെ വേണമെങ്കിൽ എഫക്ട് ചെയ്യും, പക്ഷെ കൂടുതലായിട്ടും ഒരു മിഡിൽ ഏജിൽ നിന്നാണ് ഇത് തുടങ്ങുക. പിന്നെ സ്ത്രീകളെയാണ് ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നത്? ഒന്ന് ജെനറ്റിക് ആയിട്ട് വരാം, പിന്നെ ഇൻഫെക്ഷനുകൾ, അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളാകാം, വൈറൽ ഇൻഫെക്ഷനുകളാകാം, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല്, സ്മോക്കിങ്, ആൽക്കഹോള്, ജോയിൻസിലോട്ട് വരുന്ന ഒരുപാട് സ്ട്രെസ്സുകൾ കാര്യങ്ങളൊക്കെ ഇതിനെ കൂട്ടുകയും ചെയ്യാം. പിന്നെ സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ഇത് കാണപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഹോർമോണിൽ വരുന്ന ചേഞ്ച്. ഇപ്പം മെനോപോസ് ടൈമിലാണെങ്കിൽ ഇവരുടെ ഈസ്ട്രജന്റെ ആണെങ്കിലും പ്രൊജസ്ട്രോണിന്റെ അളവിലാണെങ്കിലും ലെവലിൽ വ്യത്യാസം വരും. അത് കാരണം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൂടുകയും ചെയ്യാം. പിന്നെ ഒരു കാരണം കൂടിയാണ് ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി. ഈ ഒബേസിറ്റി ഉള്ള ആൾക്കാരിൽ അവരുടെ ജോയിൻസ് അത്രയും വെയിറ്റ് ആ ഒരു പ്രഷർ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിംറ്റംസ് പെട്ടെന്ന് അഗ്രവേറ്റ് ആകാനായിട്ടും കാരണമാകും. ഇനി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലെ കുഞ്ഞി ജോയിൻസുകളിലാണെങ്കിലും നമ്മുടെ ഈ പാംസിന്റെ ഏരിയ, നമ്മുടെ മുട്ട്, കാലുകൾ, ഈ ഭാഗത്തിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ പോഷകക്കുറവ് കാരണവും നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ സിംറ്റംസ് കൂടാട്ടോ. ഇനി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം?
ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. നമുക്ക് ഒരുപാട് എക്സസൈസുകൾ ഉണ്ട്. സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, സ്ട്രെച്ചിങ്ങുകൾ. ഈ സ്ട്രെങ്തനിങ് സ്ട്രെച്ചിങ്ങും എക്സസൈസുകൾ എന്നൊക്കെ പറയുന്നത് ജോയിൻസിന്റെ ആ ഒരു ശക്തി കൂട്ടാനായിട്ടാണെങ്കിലും ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ്. ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കുറേ നാൾ ചികിത്സിക്കാണ്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ജോയിൻസ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് മാറ്റാനായിട്ട് ഈ സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ വളരെ നല്ലതാണ്. ഈ എക്സസൈസ് മാത്രമല്ല, വേറെയും കുറേ മാനേജ്മെന്റുകളുണ്ട്. നമുക്ക് ഡയറ്റിൽ മാനേജ്മെന്റുകൾ നടത്താം. അതുപോലെ തന്നെ അക്യുപഞ്ചർ, മസാജുകൾ, ഈ രീതിയിലൊക്കെ പോകാം. പിന്നെ ഒരുപാട് ജോയിൻസിന് പെയിൻ ഉണ്ടെങ്കിൽ ഹോട്ട് ബാഗ് അപ്ലിക്കേഷൻ, അതായത് ഈ ഹോട്ട് ബാഗ് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഏത് ജോയിൻസിനാണോ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് ആ ജോയിൻസിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഉള്ള കാര്യമാണ് നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ ഇപ്പോൾ കാലൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാല് മുക്കി വെക്കുക. ഇപ്പോൾ കൈയാണെങ്കിൽ കൈ മുക്കി വെക്കുക. ഇതിലൂടെ ആണെങ്കിലും ആ ഒരു വേദന നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറ്ററി മാനേജ്മെന്റ്. ഡയറ്ററി മാനേജ്മെന്റിൽ ധാരാളം ഒമേഗ-3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, വിറ്റമിൻ സി, വിറ്റമിൻ ഇ, വിറ്റമിൻ ഡി, അതുപോലെ തന്നെ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ, ഇത് ധാരാളം എടുക്കാനായിട്ട് ശ്രമിക്കുക. മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങളാണ് ഈ ഒരുപാട് ഓയിലുള്ളത്, ഫാറ്റ് ഉള്ളത്, ജങ്ക് ഫുഡുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഇത് അവോയ്ഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഫുഡുകൾ ധാരാളം ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒമേഗ-3 ആണെങ്കിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് നട്ട്സുകൾ, സീഡ്സുകൾ, ഫ്ലാക്സ് സീഡ്, അതുപോലെ തന്നെ മത്സ്യം. കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് പാല്, മുട്ട, കാര്യങ്ങളൊക്കെ. തൈരിലൊക്കെ ധാരാളം കാൽസ്യം. വിറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് സിട്രസ് ഫ്രൂട്ടുകൾ, അതായത് നാരങ്ങ, ഓറഞ്ച്, പിന്നെ ഇലവർഗ്ഗങ്ങൾ, മാങ്ങ, പപ്പായ, കാര്യങ്ങളൊക്കെ. വിറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. ഇത് മെയിനായിട്ട് സീഡ്സുകൾ, ഫ്ലാക്സ് സീഡ് ആയിരിക്കാം, ചിയ സീഡ് ആയിരിക്കാം, സെസ്മി സീഡുകളായിരിക്കാം, എല്ലാ സീഡ്സിലും വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നട്ട്സ്, ഇലവർഗ്ഗങ്ങൾ ഒക്കെ തന്നെ. ഇപ്പോൾ ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു വെയിറ്റ് ഒക്കെ കുറച്ച് നോർമൽ BMIയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളും മെൻ്റലി ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ ഈ ജോയിൻസിന് ഞാൻ ആദ്യമേ പറഞ്ഞു വളരെയധികം വേദന ഉണ്ടാകുന്നു. അപ്പോൾ ആ പെയിൻ മാനേജ്മെൻറ്റിനാണെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ. ഇപ്പോൾ അക്യുപഞ്ചർ ആണെങ്കിൽ നമുക്ക് പെയിൻ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യാം, മസാജ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഡോക്ടറിനെ ആയിട്ട് കൺസൾട്ട് ചെയ്ത് ഡോക്ടർ ഏതാണോ കാര്യങ്ങൾ പറയുന്നത് അത് ഡെയിലി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, എങ്ങനെ വരുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് ഡോക്ടർ റിൻല മേരി സൈനിങ് ഓഫ്.